വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 3rd ജാനുവരി. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 5th ജാനുവരി മുതൽ 9th ജാനുവരി ഉള്ള വീക്കാണ്. ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എല്ലാവർക്കും വളരെ നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ആരംഭിക്കാം. ഞങ്ങൾ ഈ വർഷം ആദ്യത്തെ ഫസ്റ്റ് ഡേയിൽ തന്നെ ഞങ്ങളെല്ലാ ക്ലയൻസിനും ഡയമണ്ട് പിക്കുകൾ എടുത്തതിന് ശേഷം ഓപ്പണായിട്ട് നിൽക്കുന്ന ആ ക്ലയൻസിന് എല്ലാവർക്കും ഞങ്ങൾ ഡയമണ്ട് പിക്ക് 32A എന്നുള്ളൊരു റിപ്പോർട്ട് ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യുകയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ ഡയമണ്ട് പിക്ക് സീരീസിൽ ഓൾമോസ്റ്റ് ആദ്യത്തെ 20 ഡയമണ്ട് പിക്സോളം എടുത്തവർ ഹ്യൂജ് പ്രോഫിറ്റ് അപ് ടു 500%-ലധികമൊക്കെ പ്രോഫിറ്റ് നേടിയവരാണ്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞൊരു വർഷത്തിൽ മാർക്കറ്റിൻ്റെ ഒരു സ്ലോ ആയിട്ടുള്ളൊരു മാർക്കറ്റിൻ്റെ ഒരു സൈക്കിളാണ് നമ്മൾ ആ ഒരു ഫേസിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷം കടന്നു പോയത്. അപ്പോൾ ആ പുതിയതായിട്ട് കഴിഞ്ഞ വർഷത്തിൽ വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു വിഷമമുള്ളൊരു പീരീഡായിരുന്നു. കാരണം മാർക്കറ്റ് പെർഫോം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അവരുടെ പോർട്ട്ഫോളിയോയും ഒരു പെർഫോമൻസ് ഇല്ലാത്ത രീതിയിലായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കും. അതേസമയം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മാർക്കറ്റിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവരുടെ പോർട്ട്ഫോളിയോ ഗ്രോ ചെയ്തതിന് ശേഷം ഒരു വർഷം ചെറിയ രീതിയിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യുന്ന ആ പീരീഡിൽ അവർ വളരെ വറീഡ് ആകില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും പല മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ഫേസ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ പോർട്ട്ഫോളിയോയിൽ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ മൈനസ് റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷത്തിൽ നൽകിയിട്ടുള്ളത് പലതും. അതേസമയം ബാങ്കിലായിരുന്നു എന്നുണ്ടെങ്കിൽ 6 അല്ലെങ്കിൽ 7% ഇൻട്രസ്റ്റ് എങ്കിലും കിട്ടുമായിരുന്നില്ലേന്ന് ഉള്ളൊരു ചോദ്യമാണ് അവർ പലരും ഫേസ് ചെയ്യുന്നതെന്നുള്ളത് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എല്ലാ വർഷവും ഒരേപോലെയല്ല നമ്മളിവിടെ റിട്ടേൺ ലഭിക്കുക. ബാങ്ക് ഇൻട്രസ്റ്റ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഒരിക്കലും പറഞ്ഞിട്ടുള്ളതല്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ 2020-നും 2024-നും ഇടയിൽ ഉള്ള പീരീഡിൽ പല വർഷങ്ങളിൽ 200% പോലും റിട്ടേൺ കിട്ടിയ വർഷങ്ങളുണ്ടായില്ലേ. അപ്പോൾ അതിന് പകരം പക്ഷേ ഈ വർഷം ഒരു കൺസോളിഡേഷൻ്റെ ഇയർ ആയിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ടുള്ള റിട്ടേൺ ഉണ്ടാവില്ല, പലർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ വരുന്ന വർഷങ്ങളിൽ ഇതിന് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ഇയർ തന്നെ ഇതിൻ്റെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മളിവിടെ കൺസിസ്റ്റൻ്റായിട്ട് മാർക്കറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. വൊളാറ്റിലിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിന് ഫേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അത് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഓടിപ്പോകാതെ ഇവിടെ തന്നെ നിലനിൽക്കുക എന്നുള്ളത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. അത് തന്നെയാണ് ഇത് മാർക്കറ്റിൽ നിന്നും പ്രോഫിറ്റ് നേടാനുള്ളൊരു ബേസിക് കാര്യം. അത് നമ്മൾ പല ഫേമസ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് അല്ലെങ്കിൽ വെൽത്ത് ബിൽഡ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കും, അവരെല്ലാം ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അവരൊരു മാർക്കറ്റിൻ്റെ കറക്ഷനിലോ അല്ലെങ്കിൽ ഒരു ഡിപ്പിലും ഇവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരു അപ്രോച്ച് അവരൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ചില സമയത്ത് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ക്യാഷ് കീപ്പ് ചെയ്യാറുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കിൽ നിന്ന് മറ്റു സ്റ്റോക്കിലേക്ക് കൂടുതൽ റിട്ടേൺ ലഭിക്കുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ അങ്ങോട്ട് മാറുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ മാർക്കറ്റിൽ നിന്നും ഒരിക്കലും അവർ മാർക്കറ്റിനെ ഉപേക്ഷിച്ച് പോകുന്നില്ല എന്നുള്ളതൊരു ബേസിക് കാര്യമാണ്. ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് ബിൽഡ് ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെൽത്ത് ബിൽഡ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അവിടെ ഇതൊരു ലോങ് റൺ ഒരു കൂടുതൽ പീരീഡിലേക്ക് നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനാണ് ഞങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പീരീഡിലുണ്ടാകുന്ന, ഇപ്പോൾ ഞാൻ പറയുന്ന 2000 മുതൽ 2025 പീരീഡ് വരെയുള്ള ആ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ക്ലയൻസും വലിയ ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2025 എന്നുള്ള ഒരു പീരീഡിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത ആ പീരീഡിൽ നമ്മളും കുറച്ച് പെർഫോമൻസ് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വല്ലാതെ വറീഡ് ചെയ്യാനൊന്നുമില്ല. പക്ഷേ നമ്മൾ അടുത്ത വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കുറേയധികം
പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ GDP വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. 7.5% അരികിലൊക്കെയാണ് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത വർഷം GDP ഗ്രോത്ത്. അതുപോലെ നമുക്കറിയാം GST റേറ്റ് കട്ട് ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് ഈ വർഷമാണ്. അതുപോലെ നമുക്കറിയാം ഇൻകം ടാക്സ് 12 ലാക്സിന് വരെയും ഇൻകം ഉള്ളവർ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടെന്നുള്ള ഒരു വലിയൊരു ഹ്യൂജ് ഇമ്പാക്റ്റ് ഉള്ളൊരു ഒരു ചേഞ്ച് വന്നതിന് ശേഷമുള്ള ഒരു വർഷമാണ് ഇത് അല്ലേ. അപ്പോൾ നോക്ക്, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ്സാകുന്ന വർഷത്തിലൊക്കെ എനിക്ക് ആദ്യം ലഭിക്കുന്ന ഒരു സാലറി 35,000 ഒക്കെ ആയിരുന്നപ്പോൾ അതിൽ നിന്ന് പോലും എനിക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വന്നിരുന്നു. പക്ഷേ എൻ്റെ കഴിഞ്ഞ വർഷം എൻ്റെ ഒരു കസിൻ്റെ മകൾ കഴിഞ്ഞ ദിവസം പാസ്സായതിന് ശേഷം KPMGയിൽ ജോയിൻ ചെയ്യുന്നത് 1 lakh സാലറിക്കാണ്. പക്ഷേ ഈ 1 lakh സാലറി, അതായത് ഒരു 12 lakhsോളം ആനുവൽ സാലറി ലഭിക്കുന്നുണ്ടെങ്കിലും അതിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട എന്നുള്ള ഒരു ബെനിഫിറ്റ്, അതായത് ആ 12 lakhs അവർക്ക് സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സേവ് ചെയ്യാനും അവരുടെ കയ്യിൽ ലിക്വിഡായിട്ടുള്ള ഫണ്ടായിട്ട് ലഭിക്കുന്നു എന്നുള്ളതൊക്കെ അടുത്തൊരു ജനറേഷൻ്റെ ഒരു സേവിങ്സിൻ്റെ അവരുടെ ഒരു സേവിങ്സിൽ വരുത്താൻ പോകുന്ന വലിയ ഹ്യൂജ് ചേഞ്ചാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് രാജ്യത്തിൻ്റെ തന്നെ ഗ്രോത്തിന് വലിയ രീതിയിൽ ബെനിഫിറ്റ് ആകും. കാരണം നല്ലൊരു പോർഷൻ ഈ പുതിയ യങ് ജനറേഷൻ്റെ അവരുടെ സാലറിയിൽ നിന്ന് ലഭിക്കുന്ന അവരുടെ ഇൻകം കാര്യമായിട്ടും മ്യൂച്വൽ ഫണ്ട് റൂട്ടിലൂടെ അല്ലെങ്കിൽ ഇക്വിറ്റിയിലൂടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ അവർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ എൻ്റെ ആ ഒരു ജനറേഷനിൽ ഒരു 1 crore എന്നുള്ളൊരു ക്യാപിറ്റൽ ബിൽഡ് ചെയ്യാനായിട്ട് കുറേയധികം സമയമെടുത്തു എന്നുണ്ടെങ്കിൽ ഈ പുതിയ ജനറേഷൻ 1 crore എന്നുള്ള ഒരു ക്യാപിറ്റൽ ബിൽഡ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുകയുള്ളൂ. ഈ 1 crore ഒരു ക്യാപിറ്റൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു ഡിഫറൻസ്, ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് വരാൻ പോകുന്ന ഒരു ചേഞ്ച് വളരെ ഹ്യൂജ് ആയിരിക്കും. കാരണം നമ്മൾ ഫസ്റ്റ് 1 crore എത്തുന്നത് വരെയും നമ്മൾ പലപ്പോഴും നമ്മുടെ സാലറിയിൽ നിന്ന് നമ്മൾ സേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള എക്സ്പെൻസുകൾ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ സേവ് ചെയ്യുന്നത്, അതൊക്കെ ആയിരിക്കും നമ്മൾ വളരെ കഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ ഈ ആദ്യത്തെ 1 crore നമ്മൾ നേടുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആദ്യത്തെ 1 crore നമ്മൾ അങ്ങോട്ട് സേവ് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്താണ് നമ്മൾ നേടുന്നതെന്നുണ്ടെങ്കിൽ ഈ അടുത്ത ഒരു അവിടെ നിന്നും ഈ 1 crore നമ്മൾ ഇങ്ങോട്ട് ഫീഡ് ചെയ്യുന്നൊരു സ്റ്റേജിലേക്ക് മാറുന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് അവിടെ നിന്നൊരു കോമ്പൗണ്ടിങ്ങിലൂടെ ഈ മാർക്കറ്റിൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഈ 1 crore ഒരു എൻജിനായിട്ട് ഇത് തന്നെ ഒരു എൻജിനായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങും. അവിടെ നമ്മുടെ സാലറിയിൽ നിന്ന് അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുറച്ച് സമയം നമ്മളതിന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു 4 വർഷം കൊണ്ടൊക്കെ ഇത് 2 crores അല്ലെങ്കിൽ 3 crores ഗ്രോ ചെയ്ത് വരുമെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് നമ്മൾ ഇപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാം നിഫ്റ്റി പുതിയൊരു ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 26,340 കഴിഞ്ഞ ഫ്രൈഡേയിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം 286 പോയിൻ്റ് കൂടെ ഈ വീക്കിൽ ആഡ് ചെയ്ത് 26,328 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സ് എന്തായാലും പുതിയ ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്തിട്ടില്ല. 85,762 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 720 പോയിൻറ്റ്സ് കൂടിയാണ് കഴിഞ്ഞ വീക്കിൽ ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് കഴിഞ്ഞ വീക്കിൽ 61,365 1,051 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് പുതിയൊരു ലൈഫ് ടൈം ഹൈ കൂടെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ ലെവലിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 17,832 136 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. എന്തായാലും നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ 2025 നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നിഫ്റ്റി വലിയ മോശമില്ലാത്തൊരു പെർഫോമൻസ് ആണ് നൽകിയത്. ഒരു 10.5% ഒരു റിട്ടേണോടുകൂടിയാണ് മൂവ് ചെയ്ത് ക്ലോസ് ചെയ്തത്. അതേസമയം സെൻസെക്സ് 9.1% ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമുക്കറിയാം മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളും ഒരു മോശം പെർഫോമൻസിലൂടെ തന്നെയാണ് കഴിഞ്ഞ വർഷത്തിൽ 2025 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാർക്കറ്റിൻ്റെ പല സൈക്കിളുകളിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഒരു ഡിഫറൻസ് ഇപ്രാവശ്യം ഉള്ളത് നിഫ്റ്റി 50 ഒരു നല്ല പെർഫോമൻസും ലൈഫ് ടൈം ഹൈയിലേക്കുള്ള ഒരു പെർഫോമൻസും, അതേസമയം സ്മോൾ ക്യാപ്പുകളും മിഡ് ക്യാപ്പുകളും ഒരു അണ്ടർ പെർഫോമൻസും അത് എപ്പോഴും കാണുന്ന ഒരു കാര്യമല്ല. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട ഒരു പെക്യൂലിയർ സിറ്റുവേഷൻ ആയിരുന്നു അത്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ ഇതുപോലെയുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹെവി ആയിട്ടുള്ള സെൽ ഓഫ് വന്നിട്ടും
ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫണ്ട് ഫ്ലോ കൂടുതലായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയുണ്ട്. മിക്ക വീക്കിലും നമ്മൾ കാണുന്ന ഒരു കാര്യമായിരുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബയേഴ്സായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവരധികം കൂടുതൽ ഇൻഡെക്സ് സ്റ്റോക്കുകളിലേക്കാണ് അവരൊക്കെ വരുന്ന ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് നിഫ്റ്റി ഇത്ര ഹൈ ലെവലിൽ നിൽക്കുന്നത്. അത് നമ്മൾക്കിനി വരും വർഷങ്ങളിലും നിഫ്റ്റി വലിയ വൊളാറ്റിലിറ്റി ഇല്ലാതെ ഒരു മാർക്കറ്റ് കറക്ഷൻ ഉണ്ടായാലും ഹൈ ലെവലിലേക്ക് പിന്നെയും മൂവ് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം SIP റൂട്ടിലൂടെയൊക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്ന ഫണ്ട് ഇന്ത്യൻ ഫണ്ടാണെങ്കിൽ അത് പെട്ടെന്ന് വിഡ്രോ ചെയ്യാനുള്ള ഫണ്ടുകളല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിഫ്റ്റി ഇതുപോലെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അടുത്തതായിട്ട് മിഡ് ക്യാപ് സ്റ്റോക്കുകളും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും ഈ പെർഫോമൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുവരെ നമ്മളതിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ പെർഫോം ചെയ്ത സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ PSU ബാങ്ക്സ് ഒരു 30.5% ഗെയിനാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ മെറ്റൽസ് 29% ഒരു വളരെ നല്ലൊരു പെർഫോമൻസും, ഓട്ടോസ് 23.4% ഒരു അപ്വേർഡ് പെർഫോമൻസും, അതുപോലെ ഫിനാൻഷ്യൽ സർവീസസ് 17.4% വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസും, ബാങ്ക് നിഫ്റ്റി അതുപോലെ ഒരു 17.1% ഒരു നല്ലൊരു പെർഫോമൻസാണ് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത്. അതേസമയം പെർഫോമൻസിൽ മോശമായിട്ടുള്ളത് മീഡിയ ഒരു 20%-ലധികമുള്ള ഒരു മൈനസ് പെർഫോമൻസ് ആയിരുന്നുവെങ്കിൽ റിയാലിറ്റി 16.5% ഒരു അണ്ടർ പെർഫോമൻസും, IT 12.58% ഒരു അണ്ടർ പെർഫോമൻസാണ് കഴിഞ്ഞ വർഷം നമ്മൾക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും മിഡ് ക്യാപ്സ് ഒരു 6% ഉയരുകയും അതേസമയം സ്മോൾ ക്യാപ്സ് 5.6% താഴുകയാണ് കഴിഞ്ഞ വീക്കിൽ ടോട്ടലായിട്ട് നമുക്ക് കാണാവുന്ന ഒരു പെർഫോമൻസ്. എന്തായാലും നമ്മൾ നിഫ്റ്റി 50-ൽ നമുക്കൊരു വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കണ്ട ചില സ്റ്റോക്കുകൾ, ശ്രീറാം ഫിനാൻസ് 72.4% ഉയരുകയും, മാരുതി സുസുക്കി 53.8% ഉയരുകയും, അതുപോലെ ഏഷ്യൻ മോട്ടോഴ്സ് 51.7% ഉയരുകയും നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടൊരു പെർഫോമൻസാണ്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ മാർക്കറ്റിൽ ഈ മിഡ് ക്യാപ് സ്റ്റോക്കുകളും അതുപോലെ തന്നെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും വളരെ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് വരികയും നമുക്ക് ഒരു കാര്യമായിട്ടുള്ളൊരു വെൽത്ത് ക്രിയേഷന് ഈ വർഷം 2026 സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴും നമ്മൾ വീഡിയോയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് എപ്പോഴും ഈ മാർക്കറ്റിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള ഈ ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വൊളാറ്റിലിറ്റിയെ നമുക്ക് ഭയമില്ലാതെ നമ്മൾ നേരിടാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരണം. ഇത് വൊളാറ്റിലിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ അതിനുശേഷം മാർക്കറ്റുകൾ തിരിച്ച് പെർഫോമൻസിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ്. അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. ഞാനതിൽ നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററായിട്ടുള്ള രമേശ് ദമാനിയുടെ ഒരു വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് നോക്കാം. The next decade is the best. So I've come back to that phrase that, the best time to invest in India was, of course, in 1991, when Manmohan Singh stepped up and gave the famous liberalization budget for the interim government. That changed the trajectory of our country, and now it's absolutely clear as you look back 30 years that's what the trigger point was. The next best time to invest in India, and I'm sure Rakesh would agree with me on this, is today. Because you can't win this game if you don't play this game. Unless you invest, you're not going to profit from it. So I would suggest what he would say is that be bullish on this country. This country is a unique opportunity to become the third or the second largest economy over the next 20-30 years. And you need to participate in that economy in full measure. And whether he says it or whether I now repeat him as a parrot, I also tend to believe that. While occasionally we'll move from cash or move from one stock to the other stock, we enduring remain bullish that only good will happen in this country. I think that's the lesson I've learned from him, and that's the lesson I'd like to pass on to the next generation, that you need to remain invested. To win this game, you've got to play this game. If you're going to be scared of volatility,
which is the nature of the beast. It will happen every day. I mean, right now the market's going up. On June 4th, it was going down. Volatility is the nature of the beast. So don't be scared of volatility in the market. Be scared of permanent loss of capital. And I think luckily we're on a good wicket that we won the ovarian lottery by being Indians, as Warren Buffett might say. But luckily, I think we're in the right place at the right time. So my advice to everyone is, this is as good time to invest. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഒരു ജനറേഷൻ ആണ് ഏറ്റവും ലക്കി ആയിട്ടുള്ളൊരു ജനറേഷനാണ്. കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു ജനറേഷനാണ്. സത്യത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ 1991 മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ പുതിയ ഒരു ലിബറലൈസേഷൻ ഒരു ബഡ്ജറ്റ് കൊണ്ടുവരുന്നതോടുകൂടിയാണ് നമ്മുടെ ഒരു ഗ്രോത്തിൻ്റെ ഒരു ബിഗിനിങ് വരുന്നത്. ഇന്ത്യയുടെ എക്കണോമിയിൽ വരുന്ന ഒരു ചേഞ്ച്, ഡ്രാമാറ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് തുടങ്ങുന്ന ഒരു പോയിൻ്റ് അവിടെ നിന്നാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള വലിയ അവസരങ്ങളും ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കാൻ തുടങ്ങിയത്. അതിൽ ആ ലെവലിൽ പലർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നോക്കൂ, അതിനുശേഷം 2009 നോക്കുന്ന നമ്മുടെ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള രണ്ടാമത്തെ UPA ഗവൺമെൻറ് വരുന്ന ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ ജീവിതത്തിൻ്റെ റിസർച്ചിൻ്റെ ഹെഡായിട്ടൊന്ന് വർക്ക് ചെയ്യുകയാണ്. അന്ന് നമുക്കറിയാം, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ളൊരു കാര്യമാണ്, നിഫ്റ്റി 3800 ലെവലിലാണ് അന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഫ്രൈഡേയിലാണ് ഞാൻ ഒരു റെക്കമെൻഡേഷൻ ഓൾ ഇന്ത്യ ജിയോജിത്തിൻ്റെ കസ്റ്റമേഴ്സിന് നൽകുന്ന റെക്കമെൻഡേഷൻ ആയിരുന്നു. മൺഡേ ശനിയാഴ്ച റിസൾട്ട്, ഫ്രൈഡേ ആണ് ഞങ്ങൾ റെക്കമെൻഡേഷൻ നൽകുന്നത്, സാറ്റർഡേ റിസൾട്ട് വരും, അതിനുശേഷം മൺഡേ ആണ് മാർക്കറ്റ് അടുത്ത വർക്കിംഗ് ഡേ വരുന്നത്. അപ്പോൾ 4200 എന്നുള്ള നിഫ്റ്റിയുടെ ഒരു കോൾ ഓപ്ഷൻ അന്ന് ഫ്രൈഡേയിൽ ട്രേഡ് ചെയ്യുന്നത് 30 റുപ്പീസിലാണ്. അത് ഒരു നിഫ്റ്റി ഒരു 4200 ലെവലിലേക്ക് നെക്സ്റ്റ് വീക്കിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു 600 ലെവലിലേക്ക് മൂവ് ചെയ്യും എന്നുള്ള ഒരു റെക്കമെൻഡേഷനായിരുന്നു. ഒരു കോൾ ഓപ്ഷനിൽ ഒരു ബൈ റെക്കമെൻഡേഷനായിരുന്നു ഞങ്ങളന്ന് നൽകിയിരുന്നത്. അപ്പോൾ അന്ന് അതായത് നിഫ്റ്റി ഒരു മോർ ദാൻ 30% ഉള്ള ഒരു റാലി എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു എക്സ്പെക്റ്റേഷനായിരുന്നു. അത് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ നൽകിയൊരു റെക്കമെൻഡേഷനായിരുന്നു. അത് റിസൾട്ട് വന്നപ്പോൾ മൻമോഹൻ സിംഗ് തന്നെ പ്രധാനമന്ത്രിയായിട്ട് വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും വന്നതോടുകൂടി മൺഡേയിൽ നിഫ്റ്റി 20% വരികയുണ്ടായി. 20%ൻ്റെ അപ്പർ സർക്യൂട്ടിലേക്ക് നിഫ്റ്റി പോവുകയും അന്ന് ട്രേഡിങ് 10 മണിയോടുകൂടി ക്ലോസ് അവിടെ നിർത്തിവെക്കേണ്ട വരികയും ചെയ്തു. അതിനുശേഷം ട്യൂസ്ഡേയിലാണ് ഈ ഓപ്ഷൻസ് പലർക്കും 600-നും 700-നും ഇടയിലൊക്കെ വിൽക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിന് ജീവിതത്തിലെ പല ക്ലയൻസിനും വന്ന് 25 lakhs-ഉം 40 lakhs-ഒക്കെ പ്രോഫിറ്റ് ലഭിക്കേണ്ടത്. അപ്പോൾ അത് ആസ് എ റിസർച്ച് അനലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയൊരു റെപ്യൂട്ടേഷൻ നേടിത്തന്ന ഒരു ദിവസമായിരുന്നു അന്ന്. ഞാനത് അതിനുശേഷം എനിക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റും അതിൽ കുറേയധികം ഫെസിലിറ്റീസും ഒക്കെ എനിക്ക് അവിടെ നിന്ന് അതിനുശേഷമാണ് എനിക്ക് ആ ഒരു റിസർച്ച് അനലിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഒരു പാൻ ഇന്ത്യൻ റെക്കഗ്നേഷനൊക്കെ അന്ന് ലഭിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ്, ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, അതിനുശേഷം അന്ന് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു വന്നിരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പോളിസീസ് കണ്ടിന്യൂ ചെയ്യുകയും പുതിയ ഗവൺമെൻറ് അല്ല, ആ പഴയ ഗവൺമെൻറ്റിനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുക എന്നുള്ളതും. അപ്പോൾ അത് അവിടെ നിന്ന് നമുക്ക് മാർക്കറ്റിലുണ്ടാകുന്ന പോസിറ്റീവ് മൂവ്മെൻറ്റ്സിൽ നിന്ന് പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ്. നമ്മൾ ഇൻവെസ്റ്റേഴ്സാണ്, നമ്മൾ പൊളിറ്റീഷ്യൻസ് അല്ല അല്ലേ. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ വരുന്ന അവസരങ്ങളിൽ നിന്ന് പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടു 2014 മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നമുക്ക് ഞാൻ കണ്ട ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, അഴിമതി വളരെ കുറവുള്ളൊരു ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ളതും. അതിനുശേഷം കുറേയധികം ഇൻഫ്രാസ്ട്രക്ചറിലും ഇന്ത്യയുടെ
ഡിഫൻസ് സെക്ടറിലൊക്കെ ഓരോ പുതിയതായിട്ടുള്ള പോളിസീസ് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ സെക്ടറുകളിലുള്ള സ്റ്റോക്കുകളിലേക്ക് റെക്കമെൻഡേഷൻ നൽകാനും അതുപോലെ തന്നെ നമ്മളവിടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈവൻ നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡ് എന്നുള്ള സ്റ്റോക്കിൽ തന്നെ വെൽത്ത് പേഴ്സണലായിട്ട് ഞാൻ കുറേയധികം വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ സ്റ്റോക്കുകളെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ അന്ന് മോദി ഗവൺമെൻറ് വരുന്ന ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള, ഇപ്പോൾ നമുക്കറിയാം ഇവിടെ കേരളത്തിൽ ഒന്നുകിൽ LDF ആയിരിക്കും അല്ലെങ്കിൽ UDF ആയിരിക്കും അധികം പേരുമല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സർക്കിൾസിൻ്റെ ഒക്കെ മീറ്റിങ്ങിൽ ഞാൻ പറയാറുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഭരിക്കുന്നത് ആരുമായിട്ട് അവരോട് നമുക്ക് എതിർപ്പോ അനുകൂലമായ ഭാവമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഒരു ഗവൺമെൻറ് സ്റ്റേബിളായിട്ടുള്ള ഗവൺമെൻറ് വരികയും അവർ കുറേ സ്റ്റേൺ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുകയൊക്കെ ആണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് വളരെ ഫേവറബിൾ ആയിരിക്കും. അത് ആ സമയത്ത് നമ്മളവിടെ പ്രോഫിറ്റ് നേടാനായിട്ട് നോക്കുക, അല്ലാതെ നമ്മൾ പൊളിറ്റിക്കലായിട്ട് നമുക്ക് അതിനോട് നമുക്ക് അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ റാലിയിൽ അല്ലെങ്കിൽ ആ വെൽത്ത് ക്രിയേഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ മാറിപ്പോവും എന്നുള്ളത് മാത്രമാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഏത് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിലും അവർ ഏതെങ്കിലും സെക്ടറുകളിലൊക്കെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മളും വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എസ്പെഷ്യലി നമ്മൾ കണ്ട ഒരു കാര്യമാണ്, മോദി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചേഞ്ച് ഡിഫൻസ് സെക്ടറിലും റെയിൽവേ സ്റ്റോക്സിലൊക്കെയാണ് വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ അത് ആ സെക്ടറുകളിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുത്ത ഒരു 5 കൊല്ലത്തേക്ക് കൂടെ മോദി ഗവൺമെൻറ് വന്ന് അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അതിനെതിർത്ത് നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമല്ല. നമ്മളതിൻ്റെ ഒപ്പം സ്റ്റോക്ക് മാർക്കറ്റിലെ അവസരങ്ങളിൽ പ്രോഫിറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ എന്നും സംസാരിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ കുറേയധികം വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ എനിക്കൊരു ക്ലയൻറ്റിൻ്റെ ഒരു ഫീഡ്ബാക്ക് കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ അന്ന് ഞങ്ങൾ ആ റെക്കമെൻഡേഷൻ റിലീസ് ചെയ്തപ്പോൾ ലഭിക്കുകയുണ്ടായി. ഞാനതൊന്ന് വായിക്കാം. Hi sir, first of all a special thanks for providing the diamond pick for free. I hope you and your family and the entire Triple A team are doing well. I pray that everyone continues to stay safe and healthy. It has been over 4 years since I joined the Triple A team. Looking back, I feel immense happiness. If it were not for your valuable suggestions and clear, precise guidance, I might have left the share market long ago. Even though my portfolio faced some downward pressure in 2025, it was solely because of your guidance that I was able to stand firm in the market. While I achieved over 30% profit in 24, I could only manage 4.5% in 2025. Nevertheless, I am happy because I stayed consistent. With the support of you and the team, I am confident that we will make a strong comeback in coming years. It gives me great joy to see my portfolio currently stands above 65 lakhs. My target is to reach 1 crore by December 2027. Thanking you once again for your constant support. Wishing you all a very happy and prosperous new year. ഇദ്ദേഹം ഞാൻ ബേസിക്കലി ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എടുക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന് ഞങ്ങളുടെ അടുത്ത് വരുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ക്ലയൻ്റായിട്ട് ഇദ്ദേഹം ഒരു മലേഷ്യയിലുള്ളൊരു ക്ലയൻ്റാണ്. വളരെ ചെറുപ്പം ആയിട്ടുള്ളൊരു ക്ലയൻ്റാണ്. അദ്ദേഹം വരുന്നത് വളരെ ഫ്രഷറായിട്ടാണ്. ബിലോ 10 lakhs ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം സ്ലോലി ബിൽഡ് ചെയ്ത് പ്രോഫിറ്റിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സാലറിയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസിൽ നിന്നൊക്കെ അദ്ദേഹം ഇത്രയും പ്രോഫിറ്റിലേക്ക് ഇത്രയും ഒരു പോർട്ട്ഫോളിയോ മോർ ദാൻ 65 lakhs പോർട്ട്ഫോളിയോയിലേക്ക് വന്ന ഒരു ക്ലയൻ്റാണ് അദ്ദേഹം. ഓവർ എ പീരിയഡ് അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വോളാറ്റിലിറ്റിയിൽ ഞങ്ങളുടെ വീഡിയോസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യണമെന്നും പഠിച്ചൊരു ക്ലയൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു യങ്സ്റ്ററാണ്. എനിക്കെപ്പോഴും യങ്സ്റ്റേഴ്സ് ഞങ്ങളുടെ വീഡിയോ കാണുകയും അതുപോലെ തന്നെ പേഷ്യൻസോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എനിക്കറിയാം. കുറേയധികം പേര് കോവിഡിന് ശേഷം മാർക്കറ്റിലേക്ക് വന്നിരുന്ന കുറേ പേര് മാർക്കറ്റിന് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ പോയവരൊന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നവരല്ല. ഇപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവരും കുറേയധികം ഫീഡ്ബാക്ക് നൽകുന്നവരും
തീർച്ചയായിട്ടും അടുത്ത സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ക്രോർപതികളാവാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണെന്ന് എനിക്കറിയാം. എനിക്ക് അവരുടെ ഒരു അപ്രോച്ചിൽ നിന്ന് തന്നെ അറിയാം. കുറേ ഒരാഴ്ചയിൽ ഒരു 1 അവറിൻ്റെ അടുത്തെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ കാണാനുള്ള ഒരു എഫർട്ടെങ്കിലും നൽകാനായിട്ട് സാധിക്കാത്തവർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ഒരു 1 crore സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നേടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ആദ്യത്തെ ഒരു 1 crore നമ്മൾ സാലറിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള എക്സ്പെൻസുകൾ കട്ട് ചെയ്തുകൊണ്ട് സേവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റു ഇൻട്രസ്റ്റുകൾ ലഭിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു ആരെങ്കിലുമൊക്കെ തരുന്ന ഗിഫ്റ്റുകളിൽ നിന്നൊക്കെ നമ്മൾ സേവ് ചെയ്ത് ഈ 1 crore എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു 1 crore എത്തുന്നത് വരെയും നമ്മളാണ് ഈ പോർട്ട്ഫോളിയോയിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ഈ 1 crore എത്തിക്കഴിഞ്ഞാൽ ഈ 1 crore പോർട്ട്ഫോളിയോ തന്നെ ഒരു എഞ്ചിനായി മാറുകയും അത് ആ പോർട്ട്ഫോളിയോയെ മുന്നോട്ട് നയിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് വരുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ നമ്മളൊരു പക്ഷേ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നവരെ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഒരു 10 സ്റ്റോക്കിനെ സെലക്ട് ചെയ്തതിന് ശേഷം അതിലേക്കൊരു 1000 rupees വെച്ച് ഓരോ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം ഒരു സ്റ്റോക്കിലേക്ക് 1000 ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു 10,000 വെച്ച് സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കും അവിടെ നിന്ന് 1-2 വർഷം കഴിയുമ്പോൾ നമുക്കതിനൊരു 1 lakh വെച്ചൊരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് വരും. അതിനുശേഷം അങ്ങനെ നമ്മളൊരു 10 lakhs വീതം ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അവിടെ നിന്ന് വീണ്ടും ഒരു സ്റ്റോക്കിലേക്ക് 25 lakhs ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും നമ്മൾ ആ സ്റ്റോക്കിനെ പഠിച്ച് ആ സ്റ്റോക്കിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് പോസിബിലിറ്റി മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് ഞങ്ങളുടെ ക്ലയൻസിന് ഞങ്ങളുടെ പല പാക്കേജുകളുടെയും ഞങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് പഠിച്ച് ആ 1 crore വന്നിട്ടുള്ള പലരും ഉണ്ട്. ഇന്ന് പലരും ആ 1 crore 10 crores കൊണ്ടുവരുന്നതിനുള്ള എഫർട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പലർക്കും നമുക്കറിയാം കഴിഞ്ഞൊരു വർഷം ഒരു ചെറിയൊരു ഡിപ്പ് അല്ലെങ്കിൽ ഒരു പോസ് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അത് ഈ ഒരു യാത്രയിലുണ്ടാകുന്ന ഒരു റെസ്റ്റിംഗ് പീരീഡാണ്. അതിനെക്കുറിച്ച് കാര്യമായിട്ട് വറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് 1 crore എത്താൻ പലപ്പോഴും ചിലപ്പോൾ ഒരു 8 to 12 years നമ്മൾ എടുത്തെന്നിരിക്കും. പക്ഷേ ആ 1 crore 2 crore ആകാനായിട്ട് ഈവൻ നമ്മൾ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ പലപ്പോഴും 4 years അത് 2 crore ആകുകയും പിന്നീടുള്ള ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൽ അടുത്ത 2 years ഇത് 3 crore ആകുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഗ്രോ ചെയ്യുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ 8 crore അല്ലെങ്കിൽ ഒരു 9 crore ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 1 crore ഓരോ വർഷവും നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ്. അത് നമ്മുടെ ഒരു ഏജ് ഒരു 30 നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ 1 crore വേണ്ടിയിട്ടുള്ള ഒരു എഫർട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓവർ എ പീരിയഡ് ഈ 1 crore എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു 50 years എത്തുമ്പോൾ നമുക്ക് ഒരുപക്ഷെ കോർപ്പറേറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം കൃത്യമായിട്ട്. ഞാനും കോർപ്പറേറ്റ്സിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മളൊരു 30 years മുതൽ ഒരു 45 years വരെയും നമ്മളുടെ ഔട്ട്പുട്ട് ഏറ്റവും വളരെ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് പീരീഡാണ്. ആ സമയത്ത് കമ്പനികളൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യും. അതിനുശേഷം പക്ഷേ നമ്മളൊരു 50 ഒക്കെ എത്തുന്നതോടുകൂടി പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യാൻ തുടങ്ങും. കാരണം കൂടുതൽ യങ് ബ്ലഡ്സിനെയാണ് കമ്പനികൾക്ക് വേണ്ടതല്ലേ. അപ്പോൾ നമ്മളൊരു 50 വയസ്സ് ഒക്കെ ആവുന്നതോടുകൂടി നമ്മൾ പല രീതിയിലും കോർപ്പറേറ്റ് ലാംഗ്വേജിൽ പറഞ്ഞാൽ ചവിട്ടുകളൊക്കെ വരാൻ തുടങ്ങുന്നൊരു സമയം വരാൻ തുടങ്ങുമല്ലേ. അപ്പോൾ അവിടെ നമ്മളിതുപോലുള്ള പോർട്ട്ഫോളിയോയിലൂടെയൊക്കെ നമ്മുടെ ഒരു സേഫ്റ്റിയെ നമ്മൾ ബിൽഡ് ചെയ്യണം. അപ്പോൾ 50 വയസ്സാകുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ എഫർട്ട് ഇട്ടില്ലെങ്കിലും ഗ്രോ ചെയ്യുന്ന പോർട്ട്ഫോളിയോകൾ ഒരു 3 crores അല്ലെങ്കിൽ ഒരു 4 crores പോർട്ട്ഫോളിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ അറ്റ് ദ ഏജ് ഓഫ് 50 അല്ലെങ്കിൽ 55 ഒക്കെ നമുക്ക് റിട്ടയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ 3-4 കമ്പനികൾ നമ്മളിപ്പോൾ ഈവൻ ഒരു 5 crore നമുക്കൊരു 5 കമ്പനിയിൽ 1 crore ഈച്ചാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ
നമുക്ക് ആ ഒരു 5 കമ്പനിയെ ഞാൻ ഓൺ ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് ഇമാജിൻ ചെയ്തുകൊണ്ട് നമുക്കത് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ആ 5 കമ്പനികളും നമ്മുടെ ഭാവിയിലുള്ള നമ്മുടെ ഈവൻ എക്സ്പെൻസുകളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളെ നമ്മുടെ ഫാമിലീനെ ടേക്ക് കെയർ ചെയ്യാനുള്ള രീതിയിലേക്ക് വരികയും അടുത്ത ജനറേഷന് ഈ വെൽത്തിനെ നമുക്ക് പാസ് ഓൺ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻസ്. അതിന് ഏറ്റവും താഴെ ഏജിൽ നിന്ന് താഴെ ഏജിൽ നിന്ന് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പലപ്പോഴും ഈ ആദ്യത്തെ 1 crore നമ്മൾ സേവ് ചെയ്യുന്നതിന് പലപ്പോഴും നമ്മുടെ ലക്ഷറിക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കുറേ എക്സ്പെൻസുകളെ കട്ട് ചെയ്യേണ്ടി വന്നേക്കാം, കുറച്ച് സഫറിങ്സൊക്കെ നമ്മൾ ചെയ്യേണ്ടി വന്നായിരിക്കും. അത് ചെയ്ത് ഈ 1 crore എത്തുന്നവരാണ് റിട്ടയർമെൻറ്റ് പീരീഡിൽ വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെ വലുതാണ്. അത് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക. അതിന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് റിട്ടയർമെൻറ്റ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്ററാണ് വാറൻ ബഫെ. അദ്ദേഹത്തിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും തന്നെ ഞാൻ സംസാരിക്കാറുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കോട്ടുകളൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച്. അതിനോട് അനുബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിന് കോട്ട്സ് നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് ലഭിക്കുകയും ചെയ്യുമല്ലേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം അദ്ദേഹം പഠിപ്പിക്കുന്നത് പേഷ്യൻസോടുകൂടി മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് സ്റ്റോക്കുകളെ ഹോൾഡ് ചെയ്യുക, അതുപോലെ തന്നെ പാനിക് സിറ്റുവേഷൻസിനെ അതിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ഓരോ മാർക്കറ്റിൻ്റെ വലിയ പാനിക് സിറ്റുവേഷനിലുള്ള ക്രാഷുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്കുകളെ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും അതിനുശേഷം പിന്നീട് ആ സ്റ്റോക്കുകളുടെ പ്രൈസ് മുന്നോട്ട് പോകുമ്പോൾ വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ബെർക്ക്ഷയർ ഹാത്വേ എന്നുള്ള കമ്പനിയുടെ CEO ആണ്. അദ്ദേഹം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുന്ന കമ്പനിയാണ് ഇത്. അദ്ദേഹത്തിൻ്റെ 90s മുതലും അദ്ദേഹം ആ കമ്പനിയുടെ CEO ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം 2025 അദ്ദേഹത്തിൻ്റെ 95ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ഡിസംബർ 31 അദ്ദേഹം റിട്ടയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ 1965 ഇദ്ദേഹം ഒരു ന്യൂ ഇംഗ്ലണ്ട് ടെക്സ്റ്റൈൽ മില്ല് എന്നുള്ളൊരു കമ്പനിയെ ബൈ ചെയ്തതിന് ശേഷം അതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായിട്ട് പിന്നീട് വലുതാക്കി ഒരു $1 ട്രില്യൺ കോൺഗ്ലോമറേറ്റ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് ആ കമ്പനിയെ കൊണ്ടുവന്നതാണ് അദ്ദേഹം. ബെർക്ക്ഷയർ ഹാത്വേ 1965 മുതലാണ് അദ്ദേഹം ഇതുപോലെ കൊണ്ടുവരുന്നത്. ആ കമ്പനിയുടെ പേരിൽ അദ്ദേഹം കൊക്കക്കോള എന്നുള്ള കമ്പനിയിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അതിനുശേഷം അമേരിക്കൻ എക്സ്പ്രസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. പിന്നീട് ടെക്നോളജി കമ്പനികൾ അദ്ദേഹം പ്രിഫർ ചെയ്യാതിരുന്ന വ്യക്തിയാണ്. പക്ഷേ പിന്നീട് ആപ്പിളിലും ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹം നടത്തുകയുണ്ടായത്. അതാണ് ഈ കമ്പനിയുടെ ഇതുപോലെയുള്ള ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാക്കിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ മാർക്കറ്റിനോടുള്ളൊരു കോൺട്രേറിയൻ സമീപനം പലപ്പോഴും ഞാൻ കോവിഡിൻ്റെ ആ ക്രാഷിലുമൊക്കെ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഒരു കോൺട്രേറിയൻ സമീപനമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു കാര്യമാണ്. അത് മാർക്കറ്റ് വലിയ രീതിയിൽ ക്രാഷ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് അത് വാങ്ങുക. ഞാനന്ന് കോവിഡിൻ്റെ പീരീഡിൽ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങണം. ഒന്നുകിൽ നമ്മൾ ഇതിനൊരു വാക്സിൻ വരും, കോവിഡിനൊരു വാക്സിൻ വന്ന് മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ കോവിഡ് വന്ന് ലോകം അവസാനിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു 95% അതുപോലെ തന്നെ ഒരു ക്രൈസിസിന് ഒരു അവസാനം വരും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നല്ലൊരു കമ്പനി ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളന്ന് വാങ്ങിയ പല കമ്പനികളും നമുക്ക് ടാറ്റ ഗ്രൂപ്പിലൊക്കെയുള്ള കുറേയധികം കമ്പനികൾ നമ്മൾ വാങ്ങിയതൊക്കെ ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയുണ്ടായില്ല. അപ്പോൾ അതുപോലെയുള്ള പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ സെഞ്ച്വറിയിലുണ്ടായ കുറേ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുപോലെ വാറൻ ബഫറ്റ് വെൽത്ത് ക്രിയേറ്റ് ചെയ്തുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, അത് ആണെങ്കിൽ 1970 യൂസിലുണ്ടായ സ്റ്റാഗ്ഫ്ലേഷൻ, അതുപോലെ 1987 യൂസിലുണ്ടായ വലിയ മാർക്കറ്റ് ക്രാഷ്, അതുപോലെ
കോം ബബിൾ എന്നുള്ള IT ബൂമിന് ശേഷം ഉണ്ടായ ആ ബബിൾ, അതുപോലെ തന്നെ 2008 US-ലുണ്ടായ ഫിനാൻഷ്യൽ ക്രൈസിസ്, ഇതെല്ലാം അവിടെ വാറൻ ബഫെ ഇങ്ങനെയുള്ള ക്രൈസിസ് വരുമ്പോൾ അദ്ദേഹം സ്റ്റോക്കുകളെ ഇതുപോലെ കൊക്കക്കോളയോ അല്ലെങ്കിൽ അമേരിക്കൻ എക്സ്പ്രസ് പോലെയുള്ള, അതുപോലെ തന്നെ ആപ്പിൾ പോലെയുള്ള കമ്പനികളൊക്കെ അക്യുമുലേറ്റ് ചെയ്യാനാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അതുപോലെ മാർക്കറ്റ് പാനിക്കായിട്ട് ഇതുപോലെയുള്ള സമയത്ത് അദ്ദേഹം ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ സ്റ്റോക്കുകൾ വാങ്ങിയും അതുപോലെ തന്നെ ഈ ഒരു കോൺട്രേറിയൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നീടുള്ള മാർക്കറ്റിൻ്റെ റാലിയിൽ സ്റ്റോക്കുകൾ വിറ്റുകൊണ്ടൊക്കെയാണ് ഇതുപോലെയുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്തത്. എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇദ്ദേഹം നമുക്ക് മുമ്പിലുള്ള വലിയൊരു പാഠമാണ്. ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്ത വെൽത്ത്, ഈ ബെർക്ഷയർ ഹാത്വേ, അദ്ദേഹം 40 lakh% അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റിൽ റിട്ടേൺ നേടിയിട്ടുള്ളതെന്നുള്ളത് വലിയൊരു കാര്യമാണ്. കഴിഞ്ഞ 60 വർഷം കൊണ്ട് ഈ ബെർക്ഷയർ ഹാത്വേ എന്നുള്ള കമ്പനിക്ക് അദ്ദേഹം നേടിക്കൊടുത്ത പ്രോഫിറ്റാണ് 40 lakh% എന്നുള്ളത്. അദ്ദേഹം എപ്പോഴും വളരെ വളരെ സിമ്പിളായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലും വളരെ രസമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മകന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി. അതായത് ഇദ്ദേഹം എല്ലാ ദിവസവും കാലത്ത് ഒരു ഡേ തുടങ്ങുന്നത് ഒരു കൊക്കക്കോള കുടിച്ചുകൊണ്ടാണ്. അതും 95ാമത്തെ വയസ്സിലും അദ്ദേഹം ഹാബിറ്റ് മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അടുത്തുള്ള മെക്ഡൊണാൾഡ്സിൻ്റെ ഒരു ഷോപ്പിൽ പോയിട്ട് ക്യൂ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ബർഗർ വാങ്ങി കഴിക്കുക. അതുപോലെ പല ദിവസങ്ങളിൽ അദ്ദേഹം 5-6 കൊക്കക്കോള കുടിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഹാബിറ്റ്. പക്ഷേ ഒരു ദിവസം അദ്ദേഹം 5-10 മണിക്കൂറോ വായിക്കാനായിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. പല ദിവസങ്ങളും അദ്ദേഹം വായനയായിരിക്കും പലപ്പോഴും ചെയ്യുന്നത്. മേജറായിട്ടുള്ളൊരു കാര്യം അദ്ദേഹം ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ഹോളിഡേ ആണെങ്കിലൊന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പാക്റ്റ് ഉള്ള കാര്യമല്ല. കാരണം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി അനുസരിച്ച് മാർക്കറ്റിന് അടുത്തൊരു 5 വർഷം വർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു പോളിസിയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. അപ്പോൾ അത്രയും ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഈ കമ്പനി വാങ്ങുന്നത് ഒരു ഷെയറിന് $7.60, $7.6 ഇദ്ദേഹം കമ്പനി വാങ്ങുന്നത്. അപ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ ഇപ്പോഴത്തെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഷെയർ ഒരു $684 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കറൻ്റ്ലി നമുക്ക് ബെർക്ഷയർ ഹാത്വേയുടെ ഒരു ഷെയറിന് $7,55,400 ആണ് അതിന് ഒരു സ്റ്റോക്കിൻ്റെ വില. അതായത് 6,79,86,000 ആണ് ഒരു ഷെയറിൻ്റെ ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റുമ്പോൾ ഉള്ള വില എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ലോങ് ടൈം ആയിട്ടുള്ള കോമ്പൗണ്ടിങ്ങിലൂടെ അദ്ദേഹം ഈ കമ്പനികളിൽ നേടിയിട്ടുള്ള വെൽത്ത് ക്രിയേഷനാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതുപോലുള്ള കുറേയധികം വാറൻ ബഫയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ വാറൻ ബഫെ എന്ന് നമ്മൾ വിളിക്കുന്ന രാകേഷ് ജുഞ്ചുവാല സാറാണെങ്കിലും ഇതുപോലെ കുറേയധികം ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ നിന്നും വെൽത്ത് ക്രിയേറ്റ് സ്റ്റോറിയിൽ നിന്ന് നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് ഒരു മോഡൽ നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നോക്കൂ, പലരും വിചാരിക്കുന്നുണ്ടാവും എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനായിട്ടുള്ള ഏജ് ആയിട്ടില്ല അല്ലെങ്കിൽ സമയമായിട്ടില്ല എന്നൊക്കെ. പക്ഷേ നോക്കൂ, വാറൻ ബഫെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നത് 11ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം എന്നിട്ട് 95 ഏജിലാണ് ഇപ്പോൾ റിട്ടയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇപ്പോഴും അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുന്നത്. അതിലേറ്റവും രസമായിട്ടുള്ള കാര്യം അദ്ദേഹം മോർ ദാൻ 90% അദ്ദേഹം സേവിങ്സും കുറേയധികം ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യാനാണ് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളുടെ വാല്യൂ ഒക്കെ അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം 11 വയസ്സിൽ തുടങ്ങിയെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഓരോരുത്തരും ഏജ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മളൊരിക്കലും നേരത്തെ അല്ല, ഓൾറെഡി ലേറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് മൂവ് ചെയ്യുക. അപ് ടു അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം 50 വയസ്സിന് ശേഷമാണ് അദ്ദേഹത്തിന് ഏറ്റവും അധികം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാൻ വൈകി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും. 50 വയസ്സിൽ ആണ് വിലയ്ക്കൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നീട് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പോലെ നമ്മൾക്കും ഒരു 95-100 വയസ്സ് വരെയുള്ള ആയുസ്സുണ്ടെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള വെൽത്തിലേക്ക് മൂവ് ചെയ്യാനുള്ള പീരീഡ് പിന്നെയും ഉണ്ടാകും. പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മുടെ ഇന്ത്യ അടുത്ത ഒരു 20-30 വർഷം വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്തിലൂടെ ഒന്നുകിൽ വേൾഡിലെ തന്നെ മൂന്നാമത്തെയും രണ്ടാമത്തെയും ഒക്കെ എക്കണോമി ആയിട്ടുള്ള ഗ്രോ ചെയ്യുന്ന ഒരു പീരീഡാണ് ഇത്രയും പോപ്പുലേഷനുമായിട്ട്. അപ്പോൾ അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ഈ വോറൻ ബഫെയൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ യുഎസിൻ്റെ ഗ്രോത്തിൽ നിന്ന് എത്രത്തോളം പണം ഉണ്ടാക്കിയോ, ആ ഉണ്ടാക്കിയ പണത്തിൻ്റെയൊക്കെ അതിലും കൂടുതലുണ്ടാക്കാനുള്ള അവസരമാണ് ഇന്ത്യക്കാർക്ക് അടുത്ത 20-30 വർഷത്തിൽ ഉണ്ടാകുക എന്നുള്ളൊരു അവസരം ആണ് നമ്മുടെ മുമ്പിലുള്ളത്. പലരും അത് മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇന്ത്യയിൽ കുറേയധികം ന്യൂ ജനറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ തന്നെ ഓൾഡ് ജനറേഷൻ ഇൻഡസ്ട്രിയലിസ്റ്റൊക്കെ ക്യാപിറ്റൽ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നതല്ലേ. നമ്മൾ ആദ്യം 1000 കോടിയോ 2000 കോടിയൊക്കെ വലിയ എമൗണ്ട് ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം 1 ലക്ഷം കോടിയൊക്കെ പലർക്കും അവരുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടു. അപ്പോൾ അതിനുള്ള അവസരങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. അത് നമ്മൾ എത്രയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ളതും നമ്മൾ എത്ര റിസ്ക് എടുക്കാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതും നമ്മൾ പ്ലാൻ ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമ്മളൊരു വെൽത്തിൻ്റെ 20% എങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആ വെൽത്ത് ഗ്രോ ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ കോമ്പൗണ്ടിങ് ഇഫക്റ്റ് വരാനായിട്ടുള്ള പീരീഡ് നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കും. അതുപോലെ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ഈ സ്റ്റോക്കുകൾ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് 16% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഫോഴ്സ് മോട്ടോഴ്സ് 14% ഉയർന്നും, ഹിന്ദുസ്ഥാൻ കോപ്പർ 13% ഉയർന്നും, ഗ്രാഫൈറ്റ് 13% ഉയർന്നും, IDBI ബാങ്ക് 13% ഉയർന്നും, ഓല ഇലക്ട്രിക് 12% ഉയർന്നും, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 12% ഉയർന്നും, SJVN 12% ഉയർന്നും, സെയിൽ 11% ഉയർന്നും, ഗുജറാത്ത് ഗ്യാസ് 10% ഉയർന്നും, HEG 10% ഉയർന്നും, ഇന്ത്യൻ ബാങ്ക് 10% ഉയർന്നും, മദേഴ്സൺ സുമി 10% ഉയർന്നും, HFCL 10% ഉയർന്നും, അജന്ത ഫാർമ 9% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലായതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIs 13,180.1 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 17,766.5 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 26 ഡിസംബറിന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 26,042-ലാണ്. 29th ഡിസംബറിന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 100 പോയിൻറ്റ്സ് താഴ്ന്നും, 30th ഡിസംബറിന് 3 പോയിൻറ്റ്സ് താഴ്ന്നും, അതിനുശേഷം 31st ഡിസംബറിന് 190 പോയിൻറ്റ്സ് ഉയർന്നും, 1st ജാനുവരിക്ക് 16 പോയിൻറ്റ്സ് ഉയർന്നും, അതിനുശേഷം 2nd ജാനുവരിയിൽ 182 പോയിൻറ്റ്സിൻ്റെ ഒരു റാലിയോട് കൂടിയും ആണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. എന്തായാലും നിഫ്റ്റി 286 പോയിൻറ്റ്സ് ആഡ് ചെയ്താണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം ഡിസംബർ മന്ത് 73 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. അതിനുശേഷം ജനുവരി മന്ത് നമുക്ക് 198 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് കാണാം ഈ കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി പുതിയൊരു ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 26,340 ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ 200 DMA വരുന്നത് 24,970-ലും, 100 DMA 25,466-ലും, 50 DMA 25,953-ലും, 20 DMA വരുന്നത് 26,009-ലുമാണ്. അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യുമ്പോൾ പിവറ്റ് പോയിൻ്റ് ആയിട്ട് വരുന്നത് 26,182 ആണ്. അതിന് മുകളിൽ റെസിസ്റ്റൻസുകൾ 26,486, 26,644, 26,948, 27,561 എന്നീ ലെവൽസാണ്. അതേസമയം 26,182-ന് താഴെ സപ്പോർട്ടുകളായിരിക്കുക 26,024, 25,773, 25,562, 25,141, 24,585 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 26,948-ഉം ലോവർ റേഞ്ച് 25,773 ആണ്. പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 26,182 ആയിരിക്കും. അടുത്തായി നമുക്ക് നെക്സ്റ്റ് വീക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം.
നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത് JBM ഓട്ടോ ആണ്. ഈ സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ ഈ ആഴ്ച നമ്മൾ ആഡ് ചെയ്യുകയുണ്ടായി. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ 622 ബ്രേക്ക് ചെയ്താൽ 685 വരെയുള്ളൊരു മൂവ്മെൻറ്റാണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്തത്. നോക്കൂ, നമ്മൾക്കിപ്പോൾ കാണാം കഴിഞ്ഞ ആഴ്ചയിലത്തെ ഒരു ചാർട്ടാണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ 674 എന്നുള്ളൊരു ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം 666 ഫ്രൈഡേയിൽ തന്നെ ഒരു 6.5% ഉയർന്നാണ് JBM ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അവാന്തി ഫീഡ്സ് ആണ്. ഈ സ്റ്റോക്ക് 880 ലെവലിലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ 888 മുകളിലേക്ക് മൂവ് ചെയ്താൽ അവാന്തി ഫീഡ്സിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് 968 ആയിരിക്കും. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനന്ത് രാജാണ്. ഈ സ്റ്റോക്ക് 584 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അനന്ത് രാജ് 584 മുകളിലേക്ക് മൂവ് ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസ് 645 ആയിരിക്കും. ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് അനന്തരാജാണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ഗ്രാഫൈറ്റ് ഇന്ത്യ, കോൾ ഇന്ത്യ, നെസ്കോ, റോളക്സ് റിങ്സ്, അതുപോലെ ടാറ്റ പവർ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.